ഹലോ ഹായ് കൂട്ടരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സൂപ്പർ എമ്മി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അസാധ്യ രുചിയിലുള്ള ഒരു മുട്ടക്കറി. അപ്പത്തിനോടൊപ്പം പൊറോട്ടയോടോ എന്തിനോടൊപ്പവും ചേർന്ന് പോകുന്ന ഒരു കറി. അതിനായിട്ട് ഞാൻ 4 മുട്ട ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്രേവിക്ക് ആവശ്യമായ 4 സവാള, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ വയ്ക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അതിനായി കുക്കർ എടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർക്കാം. അതോടൊപ്പം തന്നെ കറിക്ക് ആവശ്യമായ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വിസിലിട്ട് 1 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുക്, വറ്റൽ മുളക്, 1 സ്പൂൺ ജീരകം എന്നിവയിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പില, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കണം. ഫ്ലെയിം സിമ്മിൽ വയ്ക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടി എണ്ണയിൽ നന്നായി ഒന്ന് മൂത്ത് വരണം. അതിലേക്ക് നമ്മൾ കുക്കറിൽ സവാള ഇപ്പോൾ പാകമായിട്ടുണ്ട്, അത് ഇതിലേക്ക് മാറ്റാം. ഈ കറിയുടെ പ്രത്യേകത, ഇതിൽ നമ്മൾ വെള്ളമേ ചേർക്കുന്നില്ല. സവാളയിൽ നിന്നും തക്കാളിയിൽ നിന്നും ഊറി വന്ന വെള്ളം മാത്രമാണ് ഉള്ളത്, അല്ലാതെ ഒരു തുള്ളി വെള്ളവും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം. ഇതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. 1/2 സ്പൂൺ ഗരം മസാല, ഹോം മെയ്ഡ് ഗരം മസാല അതും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മുട്ട അതിലേക്കിടാം. എൻ്റെ ഒരു മുട്ടയ്ക്ക് വൈകല്യം ഉണ്ടല്ലേ, അത് ബോയിൽ ചെയ്തപ്പോൾ അല്പം ഒന്ന് പൊട്ടിപ്പോയതാ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഗ്രേവി എല്ലാം മുട്ടയിലേക്ക് പിടിക്കട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ആ ഗ്രേവിയിൽ തന്നെ അത് തിളച്ച് വരും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മൂടി മാറ്റാം. നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. എണ്ണയൊക്കെ തെളിഞ്ഞു, പെട്ടെന്നാവും, അത്രയും രുചിയുമാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്വിക്ക് ആൻഡ് യമ്മി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്ന് ഞാനൊരു പാൽ പൊറോട്ടയോടൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിന്നർ ഐറ്റമാണ് ഇന്നത്തെ. അപ്പോൾ ഈ പാൽ പൊറോട്ടയുടെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടരെ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ആൾ ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.